ശ്രീ എൻ കെ ഹരിദാസ്, നമുക്കറിയാം പലപ്പോഴും വിശ്വസ്തരെ ഒപ്പം നിർത്തുന്ന നേതാക്കളെ നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. അതിപ്പോൾ ഇടത് വലത് മുന്നണികൾ ഭരിച്ചപ്പോഴെല്ലാം അത്തരത്തിലുള്ള പലരെയും നമ്മൾ കണ്ടതാണ്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന ചില പേരുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ രണ്ടെണ്ണം. അവർക്ക് രണ്ടുപേർക്കുമെതിരെ, ഇപ്പോൾ കെ എം എബ്രഹാമിൻ്റെ കാര്യമാകട്ടെ, എം.ആർ. അജിത് കുമാറിൻ്റെ കാര്യമാകട്ടെ, രണ്ടുപേർക്കുമെതിരെ അന്വേഷണമാകാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒന്ന് ഹൈക്കോടതിയിൽ നിന്ന്, മറ്റൊന്ന് സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് എത്തുന്നു എന്നുള്ളതാണ്. അവിടെ ഈ വസന്ത് പറയുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സംരക്ഷിക്കാതെ മാർഗമില്ല എന്ന നിലയിൽ ആണോ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും മുന്നോട്ട് പോകുന്നത്? താങ്കൾക്ക് അങ്ങനെ ഒരു നിരീക്ഷണമുണ്ടോ? അല്ല, അതിപ്പോ കേരളത്തിൽ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. ഇത്തരം ആശ്രിത വത്സരരായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കാതെ മുഖ്യമന്ത്രിക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ പ്രഭവ കേന്ദ്രം, നമ്മുടെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഇന്ന സ്ഥലമാണെന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ IPS IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ആരോപണങ്ങൾ, അവർക്കെതിരെയുള്ള ആരോപണങ്ങളും അവർക്കെതിരെയുള്ള അഴിമതി കേസുകളും അവർക്കെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസായാലും എന്തിന് സ്ത്രീ പീഡന കേസ് വരെ, ഇപ്പോ രവീന്ദ്രനെ കുറിച്ചിട്ട് സ്വപ്ന പറഞ്ഞത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അത്രയും അശ്ലീലം നിറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ അയച്ചു എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ രവീന്ദ്രന്റെ കാര്യമായാലും അബ്രഹാമിന്റെ കാര്യമായാലും അജിത് കുമാറിന്റെ കാര്യമായാലും ഇതൊക്കെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് പറയുമ്പോൾ തീവ്രത കൂടിയ ഇത്തരം കുൽസിത പ്രവൃത്തികൾ ചെയ്യുന്നവരെ മുഖ്യമന്ത്രി അങ്ങേയറ്റം സംരക്ഷിക്കുന്നു എന്നുള്ളത് വസന്ത് തെങ്ങുംപള്ളി എന്നല്ല, കേരളത്തിലെ ഏത് അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാരും പറയും. അതിലെ മുഴുത്ത അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, തീവ്രത കൂടിയ CPM-ന്റെ പ്രവർത്തകരും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ന് ഇതാണ് ചർച്ച എന്ന് പറഞ്ഞപ്പോ അവര് ഞാനൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതില് എല്ലാവർക്കും ഈ തോന്നലുണ്ട്, ഇത്തരക്കാരെ എന്തിനെ ഈ മുഖ്യമന്ത്രി സംരക്ഷിച്ച് മുൻപോട്ട് പോകുന്നു, ഇത്തരക്കാർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല. നിങ്ങളിവിടെ കോട്ട് ചെയ്തത് PV അൻവറയാണ്. ഈ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് അഭിലാഷേ? അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ കാര്യങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന അങ്ങേയറ്റം അല്ല, ഇപ്പോൾ ഈ വിഷയം തന്നെ PV അൻവർ ആണല്ലോ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന തരത്തിൽ പരാമർശം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആണ് പിന്നീട് അജിത് കുമാർ ഈ P. വിജയന് പങ്കുണ്ട് എന്ന തരത്തിൽ മൊഴി നൽകുന്നത്. ആ മൊഴി വ്യാജം എന്നുള്ളതാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ അന്വേഷണത്തിലേക്ക് കടക്കുകയും ക്രിമിനലായും സിവിലായും കേസെടുക്കാം എന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നമ്മുടെ അതിഥികളിലേക്ക് വരാൻ ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പോറ്റുമകനാണ് M.R. അജിത് കുമാർ എന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ സംരക്ഷണം അജിത് കുമാറിന് നൽകും എന്ന് തന്നെയായിരുന്നു PV അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത്. PV അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. M.R. അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് M.R. അജിത് കുമാർ. മറ്റതൊന്ന് മരുമകനാണ്. ഒരു മകനാണ് ഇപ്പോ KM എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് CBI അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. വളരെ മാന്യമായി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ കള്ളനാക്കി മാത്രമല്ല പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം കൂടി ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അജിത് കുമാറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതുകൊണ്ട് അജിത് കുമാർ മാറിയെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. യെസ്, എന്തായാലും ഇത്തരത്തിൽ, അതായത് DGP ഒരു റിപ്പോർട്ട് നൽകുമ്പോൾ പോലും അജിത് കുമാറിന് കൃത്യമായ സംരക്ഷണം ഒരുക്കുക തന്നെ ചെയ്യും എന്നാണ് ഒരിക്കൽ ആ സർക്കാരിനോട് കൂടി ചേർന്ന് നിന്ന PV അൻവർ പറഞ്ഞു വെക്കുന്നത്. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എൻ കെ ഹരിദാസ്, താങ്കൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചോദ്യം താങ്കൾക്ക് കേൾക്കാൻ സാധിച്ചോ എന്നത് അറിയില്ല. അതായത് താങ്കൾ പറഞ്ഞു വെച്ചത് PV അൻവറിനെ കുറിച്ചാണ്. ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ അൻവർ നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പിന്നീട് രാജിവെക്കുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. അവിടെ ലീഗ് സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ ഒക്കെ അദ്ദേഹം ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് M.R. അജിത് കുമാറിന് നേരെയുണ്ടായ ആരോപണം. ആ ആരോപണത്തിന്റെ തന്നെ ഭാഗമായാണ് ഇപ്പോൾ വ്യാജമൊഴിയിന്മേൽ അന്വേഷണം, കേസെടുക്കാം എന്ന് പോലീസ് മേധാവി പറയുന്നത്.
ഒരു കാരണവശാലും ഈ DGPയുടെ ഈ ഇന്ന് കൊടുത്തിട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് അജിത് കുമാറിനെതിരായിട്ട് ചെറുവിരൽ അനക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മള് അൻവർ കൊടുത്തിട്ടുള്ള ഒരു ആരോപണത്തിന്റെയോ അൻവർ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണത്തിന്റെയോ അൻവർ എഴുതി കൊടുത്തിട്ടുള്ള ഒരു പരാതിയുടെ പേരിലാണ് നമ്മുടെ ഇപ്പോഴത്തെ DGP ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമത്തിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് റെക്കമെൻഡേഷൻ ചെയ്തത് എന്ന് നിങ്ങൾ പറയരുതെന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരുവിധ ക്രെഡിബിലിറ്റിയും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കാത്തൊരു വ്യക്തിയാണ് ഈ അൻവർ എന്ന് പറയുന്നത്. കേവലം അദ്ദേഹം വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ 300 രൂപയും ബിരിയാണിയും ഒരു ക്വാർട്ടറും കൊടുത്തിട്ടല്ലാതെ അദ്ദേഹത്തിന് ഒരു 100 പേരെ തികച്ച് അദ്ദേഹം വിളിക്കുന്ന ഒരു യോഗത്തിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള വിശ്വാസ്യത അദ്ദേഹത്തിനില്ല. അദ്ദേഹം തന്റെ ഈ പാർട്ടി, അദ്ദേഹം പ്രഖ്യാപിച്ച പാർട്ടിയെ എവിടെ കൊണ്ടു ചെന്ന് എത്തിക്കണം, ഏത് തൊഴുത്തിൽ കൊണ്ട് കെട്ടണം എന്നുള്ള ആകാംക്ഷയോടുകൂടി നടക്കുന്ന ആ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ഈ ചർച്ച മുൻപോട്ട് കൊണ്ടുപോകും. ആ വ്യക്തിയിലൊന്നുമല്ല കേന്ദ്രീകരിക്കുന്നത്. താങ്കൾ ഇത് പറയുന്നത് വസന്ത് കൂടി ഇരിക്കുന്ന ഒരു വേദിയിലാണ്. വസന്തിന്റെ പാർട്ടി ഇപ്പോൾ UDF-ലേക്കൊക്കെ അൻവറെ ചേർക്കാൻ നടക്കുകയും അൻവർ UDF-ന്റെ ഭാഗമാകുമെന്നൊക്കെ വസന്തിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ വിഷയം അതൊന്നുമല്ല എങ്കിൽ പോലും അത് ഞാൻ അടുത്ത ചാൻസിൽ ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാം. കാരണം ഈ മനുഷ്യനെ, ഈ അൻവർ എന്ന് പറയുന്ന മനുഷ്യനെ UDF-ലേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയില്ലേ, ജനാധിപത്യപരമായിട്ട് ഇപ്പോ ഇവര് സന്ദീപ് വാര്യരെ എടുത്തതിനെക്കാട്ടിലും അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ളൊരു തീരുമാനമാകുമെന്ന് ഞാനിപ്പോ പറയാം. ശരി, അതെന്തുമാകട്ടെ, ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ KM എബ്രഹാമും ഈ അറിയാമല്ലോ, പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം ഒരു സൂപ്പർ പവറായി അവരൊക്കെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് ആശാവർക്കർമാർക്ക് അവരുടെ ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ പറ്റാത്ത സർക്കാരാണ്. ഇങ്ങനെയുള്ള പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നവർക്ക് വർഷാവർഷം ആനുകൂല്യങ്ങളടക്കം ഉയർത്തി നൽകിക്കൊണ്ട് അവർക്കല്ലാതെ തന്നെ സർവീസിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും ഒക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ട്. അവിടെയും ഇവരൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ ശ്രീ ഹരിദാസ്? അൻവറെ മാറ്റി നിർത്താം. അൻവറെ മാറ്റി നിർത്തുക, എനിക്ക് വേണ്ടിയിട്ടൊന്നും മാറ്റി നിർത്തണ്ട. ഞാൻ എന്റെ നമ്മൾ പറയില്ലേ സാധാരണക്കാരന്റെ കാഴ്ചപ്പാട് പറഞ്ഞേ ഉള്ളൂ. നോക്കി നോക്കൂ, രഹസ്യം സൂക്ഷിക്കുന്നവരെ അങ്ങനെ തള്ളിക്കളയുന്ന ഒരു വ്യക്തിയല്ല പിണറായി വിജയൻ. ഇവിടെ വസന്ത് ചർച്ചയിൽ പറഞ്ഞു, അതായത് ഈ നമ്മുടെ MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാനിടയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ആത്മകഥ നമ്മുടെ ജേക്കബ് തോമസിനെ മാതിരി എഴുതാൻ തയ്യാറാവുകയോ ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഇമേജ് അതോടുകൂടി തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞു. അത്രയൊന്നും ഞാൻ കടന്നു പറയുന്നില്ലെങ്കിലും പിണറായി വിജയന്റെ ഭരണം 9 വർഷം നിലനിർത്താൻ വേണ്ടിയിട്ട് MR അജിത് കുമാർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓട്ടപ്പാച്ചിലുകളും ഒന്നും വേണ്ട. ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് എവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് RSS നേതാക്കളെ അദ്ദേഹം സിവിൽ ഡ്രസ്സിൽ കാണാൻ പോയത് എന്നുള്ളൊരു കാര്യം തന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഞെട്ടിത്തെരിച്ചു പോകും. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞെട്ടിത്തെരിച്ചു പോകും. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി കഴിക്കാൻ വേണ്ടി നടക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഞെട്ടിത്തെരിച്ചു പോകും. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തില് ഈ അജിത് കുമാറിനെതിരെയോ അതുമായി തന്നെ അബ്രഹാമിനെതിരെയോ ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തയ്യാറാവില്ല. ഇപ്പൊ ജോയി എന്ന് പറഞ്ഞിട്ടുള്ള മുരളീധരന് മുമ്പ്, ക്ഷമിക്കണം, നമ്മുടെ ഡോക്ടർ വേണുഗോപാലിന് മുമ്പുള്ള ചീഫ് സെക്രട്ടറിയെ ഇതുപോലെ തന്നെ ഇതുവരെ കേൾക്കാത്ത ഒരു തസ്തികയിൽ ഇരുത്തിക്കൊണ്ട് 2,60,000 രൂപ ശമ്പളം കൊടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? അപ്പൊ എന്നാൽ അതിനേക്കാൾ ഈ ജോയിയേക്കാളൊക്കെ പ്രാപ്തിയും കാര്യപ്രാപ്തിയുള്ള ഒരുപാട് IAS ഓഫീസർമാർ നമ്മുടെ സെക്രട്ടറിയേറ്റിൽ നിന്ന് പടിയിറങ്ങിയിട്ട് വീട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. അപ്പൊ ജോയിക്കും ഇതുമാതിരി തന്നെ അബ്രഹാമിനും ഇതുമാതിരി തന്നെ റിട്ടയർ ചെയ്തിട്ടുള്ള മറ്റ് പിണറായി വിജയന് വേണ്ടപ്പെട്ടതായിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥർക്കും ഇത്തരം സ്ഥാനമാനങ്ങൾ നൽകി സംസ്ഥാന ഖജനാവ് മുടിക്കത്തക്ക തോതിലുള്ള ആനുകൂല്യം അവർക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് ഇത്തരക്കാരെന്നും അവരെ മുഷിപ്പിക്കുന്നത് തന്റെ ഭാവിക്ക് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറാകില്ല എന്നുമാണ് അരിഭക്ഷണം കഴിക്കുന്ന കേരളത്തിൽ അഡ്വക്കേറ്റ് ബലദേവ്, താങ്കൾ